Once again, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. This time I am here with the paper Customs Duty and Overview, which is a core paper for semester 5 BCom Tax Procedure and Practices students under Kerala University. This is the 21st lecture of the series, and this lecture we are discussing about Export Promotion Council. The Department of Commerce formulates policies in the sphere of foreign trade. It also frames the import and export policy of the country in general. ഫോറിൻ ട്രേഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫ്രെയിം ചെയ്ത ഒരു പോളിസിയാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി ഓഫ് country in general. Then look at export promotion councils. Export promotion councils are non-profit institutions registered under the Companies Act or the Societies Registration Act. The fundamental objective of the export promotion councils is to market and produce the nation's exports of particular products falling under their jurisdiction. Currently, there are 21 EPCs dealing with different commodities. കമ്പനീസ് ആക്ട് പ്രകാരമോ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമോ നിലവിൽ വന്നിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. ഈ കൗൺസിലിൻ്റെ ഫണ്ടമെൻ്റൽ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ എക്സ്പോർട്ടിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അവരുടെ ജൂറിസ്ഡിക്ഷനിലാണ് എങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഉദ്ദേശം. നിലവിൽ 21 എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് ആണ് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസിനെ ഡീൽ ചെയ്യാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് വൺ, കമ്മോഡിറ്റി ബോർഡ്സ്. കമ്മോഡിറ്റി ബോർഡ്സ് ആർ ദ ബോർഡ്സ് വിച്ച് ആർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ for the development of manufacturing of traditional merchandise and their exports. These boards are supplementary to the EPCs. There are 7 commodity boards in India: Coffee Board, Rubber Board, Tobacco Board, Spice Board, Central Silk Board, Tea Board and Kaya Board. ട്രഡീഷണൽ മെർക്കൻഡൈസ് ആയിട്ടുള്ള കോഫി, റബ്ബർ, ടൊബാക്കോ, സ്പൈസ്, സെൻട്രൽ സിൽക്ക്, ടീ, കയർ ഇതിനെയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതിനുമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്മോഡിറ്റി ബോർഡ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ടാണ് ഈ ബോർഡുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ 7 കമ്മോഡിറ്റി ബോർഡ്സുകളാണുള്ളത്: കോഫി ബോർഡ്, റബ്ബർ ബോർഡ്, ടൊബാക്കോ ബോർഡ്, സ്പൈസ് ബോർഡ്, സെൻട്രൽ സിൽക്ക് ബോർഡ്, ടീ ബോർഡ് ആൻഡ് കയ ബോർഡ്. അപ്പോൾ കമ്മോഡിറ്റി ബോർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ട്രഡീഷണൽ മെർക്കൻഡൈസ്. എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ടാണ് ഈ ബോർഡുകളെല്ലാം പ്രവർത്തിക്കുന്നത്. 7 ബോർഡുകളാണുള്ളത്: കോഫി ബോർഡ്, റബ്ബർ ബോർഡ്, ടൊബാക്കോ ബോർഡ്, സ്പൈസ് ബോർഡ്, സെൻട്രൽ സിൽക്ക് ബോർഡ്, ടീ ബോർഡ് ആൻഡ് കയ ബോർഡ്. Next one, Export Inspection Council. Export Inspection Council of India is an establishment by the Government of India under Section 3 of the Export Quality Control and Inspection Act 1963. The council aims at the sound development of export trade through quality control and pre-shipment inspection. എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിലും എസ്റ്റാബ്ലിഷ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. എക്സ്പോർട്ട് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ആക്ട് 1963യുടെ സെക്ഷൻ 3 പ്രകാരമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ കൗൺസിലിൻ്റെ എയിം എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോളിലൂടെയും പ്രീ ഷിപ്മെൻറ്റ് ഇൻസ്പെക്ഷനിലൂടെയും എക്സ്പോർട്ട് ട്രേഡിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത പറഞ്ഞ കൗൺസിൽ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിലാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. എക്സ്പോർട്ട് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ആക്ട് 1963യുടെ സെക്ഷൻ 3 പ്രകാരമാണ് ഈ കൗൺസിൽ നിലവിൽ വരുന്നത്.
ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എക്സ്പോർട്ട് ട്രേഡിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ത്രൂ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പ്രീ ഷിപ്മെൻറ്റ് ഇൻസ്പെക്ഷനിലൂടെ. In this lecture, we are learned about Export Promotion Council, Commodity Boards and Export Inspection Council. Okay, my dear students, please do the homework and send me back through WhatsApp. Thank you.